നമ്മൾ ഇന്ന് സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നത് MT5 ഒരു പുതിയ MT5 ഓപ്പൺ ചെയ്താൽ എങ്ങനെയായിരിക്കും? അതിൽ എങ്ങനെയാണ് അക്കൗണ്ട് ചെയ്യുക? അതിലേക്ക് എങ്ങനെയാണ് നമ്മള് അതിലെങ്ങനെയാണ് ട്രേഡ് എടുക്കുക? അതിൻ്റെ ഡീറ്റെയിൽസ്, അതിലെ കോഡ്സ്, ചാർട്ട്സ് അതിൻ്റെ ഡീറ്റെയിൽ കാര്യങ്ങളാണ് പറയാൻ പോകുന്നത്. ഒരു പുതുതായി MT5 ഇൻസ്റ്റാൾ ചെയ്താൽ ഐഫോണിലാണ് ഞാൻ ചെയ്യുന്നത്. MT5 ഇൻസ്റ്റാൾ ചെയ്ത് കഴിഞ്ഞാൽ ഇങ്ങനെയാണ് വരിക. ഇത് നമ്മൾ ഓപ്പൺ ഡെമോ അക്കൗണ്ട് എന്ന് പറഞ്ഞാൽ മെറ്റാകോഡ്സ് എന്ന് പറഞ്ഞ കമ്പനിയാണ് MT5 തരുന്നത്. അവരുടെ ഓപ്പൺ ഡെമോ അക്കൗണ്ടിനെ കുറിച്ചാണ് ഇവർ പറയുന്നത്. നമുക്കിതല്ല വേണ്ടത്. ഇത് നമ്മൾ ക്യാൻസൽ ചെയ്യും. ഇത് നമ്മൾ ക്യാൻസൽ ചെയ്തിട്ട് ഇങ്ങനെ ഒരു പോർട്ടിലേക്കാണ് നമുക്ക് വരിക. ഇവിടെ നമ്മൾ ഏത് സെർവർ, ഏത് കമ്പനീൻ്റെ ഡെമോ അക്കൗണ്ട് ആണോ നമ്മൾ ഉപയോഗിക്കാൻ ഉദ്ദേശിക്കുന്നത് അവിടെ അതാണ് ഇവിടെ സെർച്ച് ചെയ്യേണ്ടത്. ഇത് നമ്മൾ ഓൾറെഡി സ്റ്റാർ ട്രേഡറിൽ ഒരു ഡെമോ അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ വീഡിയോ അതിനു മുമ്പ് ചെയ്തിട്ടുണ്ട്. അത് നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും. അപ്പം അതിവിടെ ഓൾറെഡി ഇങ്ങനെ കിടക്കുന്നുണ്ടാവും. നിങ്ങളുടെ മെയിലിൽ വന്ന് കിടക്കുന്നുണ്ടാവും. ഇവിടെ കണ്ടോ? സ്റ്റാർ ട്രേഡർ ഫിനാൻഷ്യൽ ഡെമോ MT5 എന്ന് എഴുതിയത് കണ്ടോ? അപ്പം ഇവിടെ നമ്മൾ സെർച്ച് ചെയ്യേണ്ടത് സ്റ്റാർ ട്രേഡർ എന്നാണ്. സ്റ്റാർ ട്രേഡർ എന്ന് സെർച്ച് ചെയ്ത് സെർച്ച് ബട്ടൺ കൊടുത്താൽ ഇവിടെ 2 എണ്ണം കാണാൻ പറ്റും. ഒന്ന് പ്രൈം ഗ്ലോബലും ഒന്ന് ഫിനാൻഷ്യൽ മാർക്കറ്റ്സും. നമ്മൾ ഇന്ത്യൻ ക്ലയൻസിന് വേണ്ടത് എൻ്റെ ലിങ്ക് ഉപയോഗിക്കുന്നവർക്കൊക്കെ സ്റ്റാർ ട്രേഡർ ഫിനാൻഷ്യലാണ് ക്ലിക്ക് ചെയ്യേണ്ടത്. ഇനി ഇവിടെ ശ്രദ്ധിക്കുന്നുണ്ടോ? റിയൽ അക്കൗണ്ട് മേലെ നമ്മളിപ്പോൾ ഡെമോ ഈ ഒരു യൂസ് എക്സിസ്റ്റിംഗ് അക്കൗണ്ട് എന്നുള്ളതാണ് നമ്മളിപ്പോൾ യൂസ് ചെയ്യുന്നത്. അത് സെർവർ കണ്ടോ? ഇതാ ഈ ഒരു പാർട്ടാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. ഇത് നമ്മളുടെ മെയിലിൽ വന്നത് ഏതാ? ഫിനാൻഷ്യൽ ഡെമോ MT5 എന്നുള്ളതാണ്. അപ്പം ഫിനാൻഷ്യൽ ഡെമോ എന്നുള്ളതാണ് നമ്മൾ യൂസ് ചെയ്യേണ്ടത് കണ്ടോ? എന്നിട്ട് ഇവിടെ നമ്മൾ എൻ്റർ ലോഗിൻ കൊടുക്കുക. ലോഗിൻ 161005 ഇങ്ങനെ തന്നെ ടൈപ്പ് ചെയ്ത് കൊടുക്കണേ. കോപ്പി പേസ്റ്റ് ചെയ്യുന്നതിനേക്കാളും നല്ലത് ഇതാണ്. 1797 ദെൻ പാസ്വേഡ് നമ്മൾ എന്ത് ചെയ്യണം? കോപ്പി പേസ്റ്റ് ചെയ്യരുത്, ടൈപ്പ് ചെയ്യണം. കോപ്പി പേസ്റ്റ് ചെയ്യുന്ന പല സമയത്തും അത് കിട്ടാതെ പോകുന്നുണ്ട് പലർക്കും. ഓപ്പൺ ആവാത്ത ഇഷ്യൂസ് വരുന്നുണ്ട്. ഇൻവാലിഡ് അക്കൗണ്ട് എന്നൊക്കെ കാണിക്കുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് എപ്പോഴും നല്ലത് ഇങ്ങനെ നമ്മൾ ടൈപ്പ് ചെയ്ത് കൊടുക്കുന്നതാണ്. ടൈപ്പ് ചെയ്യുമ്പോൾ അത് കറക്റ്റായിട്ട് വർക്ക് ആവും. അപ്പോൾ എല്ലാവരും അതൊന്ന് ശ്രദ്ധിക്കുക. എപ്പോഴും ടൈപ്പ് ചെയ്ത് കൊടുക്കാനൊക്കെ ശ്രദ്ധിക്കുക. ഇനി 67 YI അല്ലേ? YL ആയിരിക്കണം, ഇല്ലെങ്കിൽ I ആയിരിക്കും. യെസ്, ഓപ്പണായി. അപ്പോൾ ഈ ഓപ്പൺ ആയി കഴിഞ്ഞാൽ MT5 ഓപ്പൺ ആയി കഴിഞ്ഞാൽ ആദ്യം ഇങ്ങനെയാണ് ഇതാണ് കാണിക്കുക. ഇതിൽ ബാലൻസ് ഉണ്ട്, ഇക്വിറ്റി ഉണ്ട്, മാർജിൻ ഉണ്ട്. ബാലൻസ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഇതിൽ എത്ര എമൗണ്ട് ആണോ ഇനീഷ്യലി ഇപ്പം സ്റ്റാർ ട്രേഡർ തുടങ്ങുമ്പം എത്രേൻ്റെ അക്കൗണ്ട് ആണോ വേണ്ടത് എന്നുണ്ടാവും. ആ അക്കൗണ്ടാണ് നമ്മൾ ഇതിൽ കാണിക്കുക. ഇത് ഞാൻ ഓൾറെഡി ഈ അക്കൗണ്ട് എന്ന് പറഞ്ഞാൽ ഓൾറെഡി ഞാൻ കുറച്ച് ഡെമോയിൽ ട്രേഡ് ചെയ്ത് കാണിച്ചു കൊടുത്ത അക്കൗണ്ട് ആയിരുന്നു. അപ്പം അതിൽ ഡെപ്പോസിറ്റ് എമൗണ്ട് എത്രയാണോ നമ്മൾ കൊടുത്തത് സ്റ്റാർ ട്രേഡർ ഓപ്പൺ ചെയ്യുമ്പോൾ തന്നെ ചോദിക്കും നിങ്ങൾക്ക് എത്രേൻ്റെ അക്കൗണ്ടാണോ വേണ്ടതെന്ന്. ആ അക്കൗണ്ടാണ് ഇവിടെ കാണിക്കുക. അപ്പം ഒരു ട്രേഡും ഇല്ലാത്ത സമയത്ത് ഉണ്ടാവുന്ന എമൗണ്ടിനെയാണ് നമ്മൾ ബാലൻസ് എന്ന് പറയുക. അപ്പോൾ ബാലൻസും ഇക്വിറ്റിയും ഫ്രീ മാർജിനും എല്ലാം സെയിം ആയിരിക്കും. ഇവിടെ ഇപ്പോൾ ഒരൊറ്റ ട്രേഡും ആക്റ്റീവ് ഇല്ല. ഇങ്ങനെ വരുന്ന ഈ ഒരു പോർട്ട്ഫോളിയോ, ഈ ഒരു പിക്ചർ ഈ കാണുന്നില്ലേ, ഇതായിരിക്കും നിങ്ങൾക്ക് ആദ്യം വരും. ഇനി താഴെ കണ്ടോ ക്വാഡ്സ്, ചാർട്ട്സ്, ഹിസ്റ്ററി, സെറ്റിങ്സ്, നമുക്ക് ഓരോന്നിനെ കുറിച്ചും പറയാം. ഫസ്റ്റ് ക്വാഡ്സിലേക്ക് പോയി കഴിഞ്ഞാൽ ഇവിടെ എൻ്റർ സിമ്പിൾ ഉണ്ടാവും സെർച്ച് ചെയ്യാൻ. ഇവിടെ ഒരുപാട് സിമ്പിൾസ് ഉണ്ട്. ഇപ്പം AUD CHF, AUD JPY, AUD USD ഇതൊക്കെ ഓരോ കറൻസി പെയേഴ്സുകളാണ്. നമ്മൾ മോസ്റ്റ്ലി ട്രേഡ് ചെയ്യുന്നത് ഗോൾഡിലാണ്. ഗോൾഡിൻ്റെ സിമ്പിൾ എന്താണ്? XAUUSD എന്നുള്ളതാണ്. എന്നിട്ട് ജസ്റ്റ് ഈ റൗണ്ടിൽ ഒന്ന് ക്ലിക്ക് ചെയ്യുക. ഇവിടെ ക്യാൻസൽ ബട്ടൺ കൊടുക്കുക. അപ്പോൾ ഇതിൻ്റെ ഏറ്റവും താഴെ കണ്ടോ ഗോൾഡ് വന്നിട്ടുണ്ടാവും. ഇനി നിങ്ങൾക്ക് ഈ ഗോൾഡിനെ മുകളിലേക്ക് എത്തിക്കണമെങ്കിൽ ഈ ജസ്റ്റ് ഈ പെൻസിലിൻ്റെ മാർക്കില്ലേ മുകളിൽ റൈറ്റ് സൈഡിലുള്ള ജസ്റ്റ് അതിലൊന്ന് ക്ലിക്ക് ചെയ്യുക. അതിലൊന്ന് ക്ലിക്ക് ചെയ്തിട്ട് ഇതിലൊന്ന് ജസ്റ്റ് ചെയ്തിട്ട് ഇവിടെ ഈ 3 ലൈനുള്ള ഇവിടെ നിന്ന് ലോങ് പ്രസ് ചെയ്യുക. ലോങ് പ്രസ് ചെയ്തതിന് ശേഷം ഇങ്ങനെ ഡ്രാഗ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതിനെ മുകളിലേക്ക് കൊണ്ടുപോകാം. എന്നിട്ട് വീണ്ടും ബാക്ക് സൈഡിൽ അടിച്ചാൽ ഇങ്ങനെ വരും. ഇനി നിങ്ങൾക്ക് ഇതിൻ്റെ വ്യൂ കംപ്ലീറ്റ് മാറ്റണമെങ്കിൽ ലെഫ്റ്റ് സൈഡിലുള്ള ഈ 4 ബട്ടൺ നിൽക്കുക ഇങ്ങനെ വരും. എപ്പോഴും നമ്മൾ യൂസ് ചെയ്യുക എന്നുള്ളത് ഇങ്ങനെയാണ്. ഇങ്ങനെയാകുമ്പോൾ AUD USD ഇതവിടെ കിടക്കുന്നു. ജസ്റ്റ് അതിലൊന്ന് ലോങ് പ്രസ് ചെയ്താൽ നിങ്ങൾക്ക് ട്രേഡ് ഓപ്ഷൻ ഉണ്ട്, ചാർട്ട് ഉണ്ട്, ഡീറ്റെയിൽസ്, സ്റ്റാറ്റിസ്റ്റിക്സ് കാര്യങ്ങളൊക്കെ കാണാം. ഡീറ്റെയിൽസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗോൾഡിൻ്റെ എന്തൊക്കെയാണ്, സെക്ടർ ഏതാണ്, കമ്മോഡിറ്റീസ് ആണ്, അത് ഡിജിറ്റ്സ് 2 ഡിജിറ്റ്സ്, പോയിന്റിൻ്റെ ശേഷം 2 ഡിജിറ്റ്സ് ഉണ്ട്. ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ഇവിടെ നമുക്ക് കാണാൻ പറ്റും. ഇപ്പം നമുക്ക് അത്ര വലിയ ആവശ്യമുള്ള കാര്യങ്ങളിൽ എന്നാൽ പോലും നിങ്ങൾക്ക് കാണാൻ പറ്റും. ഇനി വീണ്ടും ലോങ് പ്രസ് ചെയ്യാം. വീണ്ടും ലോങ് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ സ്റ്റാറ്റിസ്റ്റിക്സ് എന്ന് കാണാൻ പറ്റും. അതിൻ്റെ സ്റ്റാറ്റിസ്റ്റിക്സ് ഇതെന്തൊക്കെയാണ്, ആസ്ക് പ്രൈസ് എന്താണ്, ഇങ്ങനെ ഇതിൻ്റെ കാര്യങ്ങളെ കുറിച്ചൊക്കെ ഡീറ്റെയിൽ ആയിട്ട് ഞാൻ പറഞ്ഞുതരാം. ഇനി നമ്മൾക്ക് ഇപ്പം കോഡ്സ് കഴിഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ ഇപ്പോൾ ഒരു സംഭവം ഇത് നമുക്ക് വേണ്ടാന്ന് വിചാരിക്കുക. ജസ്റ്റ്
ഇത് വേണ്ടെങ്കിൽ ഇത് രണ്ടും ക്ലിക്ക് ചെയ്ത് ഡിലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ആ 2 കറൻസി പെയർ അവിടുന്ന് പോകും. പുതിയത് ആഡ് ചെയ്യണമെങ്കിൽ ഇവിടെ നമുക്കിപ്പോൾ BTC ആഡ് ചെയ്യണമെങ്കിൽ BTC USD എന്ന് അടിച്ച് BTC USD എന്ന് അടിച്ചതിന് ശേഷം ജസ്റ്റ് ഇവിടെ പ്രസ് ചെയ്തിട്ട് ക്യാൻസൽ ചെയ്താൽ ഇവിടെ BTC ആഡ് ചെയ്യുന്നത് ഏറ്റവും താഴെയാണ് വരിക. താഴെ നോക്കിയാൽ മതി. കോഡ്സിൽ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ഇപ്പോൾ പറയാനുള്ളത്. ഇനി നെക്സ്റ്റ് നമ്മൾ ചാർട്ടിലേക്ക് പോകുന്നു. ചാർട്ടിലേക്ക് പോകുമ്പം നമ്മളിവിടെ ഗോൾഡിൻ്റെ ചാർട്ടാണ് കാണുന്നത്. ചാർട്ട് എന്ന് പറഞ്ഞാൽ ഒരു ഗ്രാഫിക്കൽ റെപ്രസെൻറ്റേഷൻ ആണ്. ഈ കാണുന്ന ഓരോന്നും ഓരോ ക്യാൻഡിൽസ് ആണ്. ഈ കാണുന്ന ഓരോന്നും ഓരോ ക്യാൻഡിൽസ് ആണ്. ഇത് ഗ്രീൻ ക്യാൻഡിൽ, ഇത് റെഡ് ക്യാൻഡിൽ, ഇത് വീണ്ടും റെഡ് ക്യാൻഡിൽ, ഇത് ഗ്രീൻ ക്യാൻഡിൽ. ഗ്രീൻ ക്യാൻഡിൽ കാണുന്നത് ബയേഴ്സിനാണ്. റെഡ് ക്യാൻഡിൽ കാണുന്നത് ഇതിൽ സെല്ലേഴ്സ് ആണ് കൂടുതൽ. ഈ ക്യാൻഡിലിൻ്റെ സമയത്ത് സെല്ലേഴ്സ് ആണ്. ഒരു ക്യാൻഡിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ക്യാൻഡിൽ അത് ചെറുതായാലും വലുതായാലും ഒരു ക്യാൻഡിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സ്പെസിഫിക് ടൈം പീരീഡിൽ ശ്രദ്ധിക്കണം. ഒരു സ്പെസിഫിക് ടൈം പീരീഡ് ഇപ്പോൾ ഉള്ളത് M1 1 മിനിറ്റിലാണ്. ഒരു സ്പെസിഫിക് ടൈം പീരീഡിലുള്ള ഗോൾഡിൻ്റെ പ്രൈസ് മൂവ്മെൻറ്റ് എത്രത്തോളം എവിടെ വരെ പോയി, എവിടെ നിന്നാണ് സ്റ്റാർട്ട് ചെയ്തത്, എവിടെയാണത് ക്ലോസ് ചെയ്തത്, എത്ര ഹൈ പോയി എത്ര ലോ പോയി എന്ന് കാണിക്കുന്ന പ്രൈസിൻ്റെ മൂവ്മെൻറ്റിൻ്റെ ഹിസ്റ്ററി കാണിക്കുന്ന ഒരു റെപ്രസെൻറ്റേഷൻ ആണ് എന്ത് ക്യാൻഡിൽസ് എന്ന് പറയുന്നത്. ഇങ്ങനെ ഒരുപാട് ക്യാൻഡിൽസ് കൂടിയ ചാർട്ടിനെയാണ് എന്ത് പറയുക ഗ്രാഫിക്. ഇങ്ങനെ ഒരുപാട് ക്യാൻഡിൽസ് കൂടിയ ഗ്രാഫിക്കൽ റെപ്രസെൻറ്റേഷൻ ആണ് ചാർട്ട്. ചാർട്ടിൻ്റെ എക്സൽ കണ്ടോ താഴെ 21 ജാനുവരി കണ്ടോ, ഈ കോഡ്സിൻ്റെ ഇതിനൊക്കെ തൊട്ട് മേലെ ആയിട്ട് കണ്ടോ ഡേറ്റ്സും ടൈമും. ഇത് എക്സ് ആക്സിസ് എന്നാണ് പറയുക. അതിൽ കംപ്ലീറ്റ് ഡേറ്റും ടൈമുമാണ് ഉണ്ടാവുക. ഇവിടെ Y ആക്സിസിൽ കംപ്ലീറ്റ് എന്താണുള്ളത് മാർക്കറ്റിൻ്റെ പ്രൈസാണ്, ഇപ്പോഴത്തെ ലൈവ് പ്രൈസാണ്. ഇപ്പം ലൈവ് മാർക്കറ്റ് ലൈവ് പ്രൈസ് ഇപ്പോൾ ഓടുന്ന പ്രൈസ് എന്നൊക്കെ പറഞ്ഞാൽ അതാ 4783 എന്നുള്ള ഈ ഒരു പ്രൈസാണ് ഇപ്പോൾ ലൈവ് മാർക്കറ്റ് എന്ന് പറയുന്നത്. ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ എന്തായാലും നോട്ട് ചെയ്യണം. അതിനുശേഷം ഇനി നമ്മൾ പോകാൻ പോകുന്നത് ടൈമിലാണ്. ടൈം ഫ്രെയിംസ് എന്നാണ് ഇതിനെ പറയാം. ഇത് 1 മിനിറ്റ് 5 മിനിറ്റ്സ് 15 ഇങ്ങനെ ഒരുപാടുണ്ട്. ഇവിടെ നമുക്ക് ക്ലിക്ക് ചെയ്താൽ ഇത്രയും അധികം ടൈം ഫ്രെയിംസ് നമുക്ക് കാണാം. MN എന്ന് പറഞ്ഞാൽ മന്ത്, W വീക്ക്ലി, ഡെയിലി എന്ന് പറഞ്ഞാൽ ഡേ, 12 എന്ന് പറഞ്ഞാൽ 12 ഹവേഴ്സ്, H1 എന്ന് പറഞ്ഞാൽ 1 അവർ, M30 എന്ന് പറഞ്ഞാൽ M എന്ന് പറയുന്നത് ഫുള്ള് സൂചിപ്പിക്കുന്നത് മിനിറ്റ്സിനെയാണ്, H എന്ന് ഫുള്ള് സൂചിപ്പിക്കുന്നത് ഹവേഴ്സിനെയാണ്, ഡെയിലി, വീക്ക്ലി, MN Mth ആണ്. അപ്പം നമ്മളൊരു H1ലേക്ക് മാറ്റാം. ഈ H1ൻ്റെ പ്രത്യേകത എന്താ? 1 മണിക്കൂറിൽ ശ്രദ്ധിക്കണേ, 1 മണിക്കൂറിൽ ഈ ഒരു ക്യാൻഡിൽ നമുക്ക് എടുക്കാം. ഇതാ ഈ ഒരു ക്യാൻഡിലാണ് ഇപ്പം നമ്മൾ എടുക്കുന്നത്. ഈ ഒരു ക്യാൻഡിൽ ഈ 1 മണിക്കൂറിൽ എവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്തു, എവിടെ ക്ലോസ് ചെയ്തു, എവിടെ വരെ പോയി എന്നാണ് ഈ ഒരു ക്യാൻഡിൽ സൂചിപ്പിക്കുക. അത് ഓരോ ടൈം ഫ്രെയിമും നമ്മൾ മാറ്റുമ്പോഴും ക്യാൻഡിൽസിൻ്റെ സ്വഭാവങ്ങൾ കംപ്ലീറ്റ് മാറും. അപ്പോൾ കാരണം അത് ആ 15 മിനിറ്റ്സിൽ ക്യാൻഡിൽ മൂവ് ചെയ്തത് എന്താണെന്നുള്ളതാണ് ഇതിൽ നമുക്ക് കാണിക്കുന്നത്. നെക്സ്റ്റ് ഇവിടെ കണ്ടോ, ഇവിടെ ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട്. ഈ പ്രസ് ബട്ടൺ ഞെക്കി കഴിഞ്ഞാൽ നിങ്ങൾക്കിത് ഇപ്പോഴത്തെ ഓരോ വാല്യൂ ഓരോ കാര്യങ്ങളൊക്കെ മൂവ് ചെയ്യണതൊക്കെ കാണിക്കാൻ പറ്റും. ഈ മുകളിൽ കണ്ടില്ലേ ഈ പ്ലസ് ബട്ടണും. ഇനി F കണ്ടോ, ഈ F ഇല്ലേ, ഇത് മാറ്റിക്കഴിഞ്ഞാൽ ഇവിടെ നമുക്ക് ഒരുപാട് ഇൻഡിക്കേറ്റേഴ്സും കാര്യങ്ങളുമാണ് ഇതിൽ പറയുന്നത്. നമ്മളിത് യൂസ് ചെയ്യുന്നില്ല. നിങ്ങൾക്ക് ഇൻഡിക്കേറ്റേഴ്സിനെ കുറിച്ചൊക്കെ പഠിക്കാനും ചെയ്യാനും താല്പര്യം ഉണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് അറിയിച്ചാൽ മതി. അപ്പോൾ നമുക്കിതിൽ കുറേ കാര്യങ്ങൾ പറയാനുണ്ട്. MT5 തന്നെ ഒരുപാട് ഇൻഡിക്കേറ്റേഴ്സും കാര്യങ്ങളും അവൈലബിൾ ആണ്. അത് നമ്മളിപ്പോൾ യൂസ് ചെയ്യുന്നില്ല. പിന്നെ ഇതാ നിങ്ങൾക്ക് ഇവിടെ വേറെ Fൻ്റെ ശേഷം കണ്ടോ കുറച്ച് ഇവിടെ നിങ്ങൾക്ക് വരയ്ക്കാനും ചെയ്യാനൊക്കെ ഇത് വേണമെങ്കിൽ യൂസ് ചെയ്യാം. പക്ഷേ MT5-ലല്ല നമ്മളുടെ ടെക്നിക്കൽ അനാലിസിസ് ചെയ്യുന്നത്. ടെക്നിക്കൽ അനാലിസിസ് നമ്മൾ കംപ്ലീറ്റ് ചെയ്യുന്നത് നമ്മളുടെ ട്രേഡിംഗ് വ്യൂ എന്ന ആപ്ലിക്കേഷനാണ്. ഇനി ഈ ചാർട്ട് എടുക്കുമ്പോൾ നിങ്ങൾ കാണുന്ന 2 സാധനങ്ങൾ റൈറ്റ് സൈഡിലുള്ള ഈ ഒരു ബോക്സും ഈ ഒരു റൗണ്ട് ബട്ടണുമാണ്. ഈ റൗണ്ട് ബട്ടൺ ഞെക്കി കഴിഞ്ഞാൽ ലിമിറ്റ് ഓർഡർ, മാർക്കറ്റ് എക്സിക്യൂഷൻ, താഴെ കണ്ടോ ഏറ്റവും താഴെ നോക്കൂ, മാർക്കറ്റ് എക്സിക്യൂഷൻ, ലിമിറ്റ് ഓർഡർ, സെൽ ലിമിറ്റ്, ബൈ സ്റ്റോപ്പ്, സെൽ സ്റ്റോപ്പൊക്കെ ഇതിനെക്കുറിച്ച് ഞാൻ പറഞ്ഞുതരാം. ജസ്റ്റ് ആദ്യം നമ്മൾ ഈ ഒരു ബോക്സിനെ കുറിച്ച് പറയാം. ഈ ബോക്സ് നിൽക്കുമ്പം ഈ ലെഫ്റ്റ് സൈഡിൽ സെല്ലും റൈറ്റ് സൈഡിൽ ബൈയും ആണ് കാണിക്കുന്നത് അല്ലേ. ഇവിടെ കാണിക്കുന്ന ഈ ഒരു ഇത് ഫസ്റ്റ് ടൈം ചെയ്യുമ്പോൾ നിങ്ങൾ അവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ട്രേഡ് ഓപ്പൺ ആക്കാൻ ഇങ്ങനെ ഒരു ഓപ്ഷൻ വരും. ഇത് ഈ ആക്സെപ്റ്റ് എന്ന് അടിച്ചതിന് ശേഷം ആക്സെപ്റ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇനി നിങ്ങൾക്ക് ട്രേഡ്സ് എക്സിക്യൂട്ട് ചെയ്യാം. അപ്പം ട്രേഡ്സ് എക്സിക്യൂട്ട് ചെയ്യാനുള്ള ഒരു ഓപ്ഷനാണ് ഈ കാണിക്കുന്നത്. ഇനി നെക്സ്റ്റ് നമ്മൾ കോഡ്സ് കഴിഞ്ഞു, ചാർട്ട്സ് കഴിഞ്ഞു, ട്രേഡ്സിലേക്ക് പോയതിന് ശേഷം ഞാൻ ഇതിൻ്റെ ഉപയോഗം പറഞ്ഞുതരാം. ട്രേഡ്സിലേക്ക് പോകുമ്പോൾ ഇങ്ങനെയാണ് വരിക. ഈ പ്ലസ് ബട്ടൺ കണ്ടോ, ഇത് യൂസ് ചെയ്തിട്ടാണ് നമ്മൾ ട്രേഡ് എടുക്കുക. അപ്പം ഇവിടെ കണ്ടോ മാർക്കറ്റ് എക്സിക്യൂഷൻ. നമ്മളിപ്പോൾ പറയാൻ പോകുന്നത് മാർക്കറ്റ് എക്സിക്യൂഷനെ കുറിച്ച് മാത്രമാണ്. ഇതിൻ്റെ തൊട്ട് താഴെ കണ്ടോ 0.051 ഇങ്ങനെ, ഇതാണ് നമ്മളുടെ ലോഡ് സൈസ്. ലോഡ് സൈസ് എന്ന് പറഞ്ഞാൽ എത്ര ക്വാണ്ടിറ്റിയാണ് നമ്മൾ വാങ്ങാൻ ഉദ്ദേശിക്കുന്നത് എന്നുള്ളതാണ് ലോഡ് സൈസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പം ഇവിടെ നമ്മൾ
ഏറ്റവും ചെറുത് എന്താണ് 0.01 എന്നുള്ളതാണ്. അപ്പോൾ നമ്മൾ ഏറ്റവും ചെറിയ ക്വാണ്ടിറ്റി എന്ത് ചെയ്യുക, വാങ്ങാം. ഇവിടെ കണ്ടോ തൊട്ട് താഴെ സ്റ്റോപ്പ് ലോസ്, ടേക്ക് പ്രോഫിറ്റ്, ഇതിനെക്കുറിച്ചും ഞാൻ പറഞ്ഞുതരാം. ആദ്യം ഞാൻ ട്രേഡ് എങ്ങനെ എടുക്കാമെന്ന് പറയാം. ഇവിടെ കണ്ടോ ഒരു ബൈ നിൽക്കുക. അപ്പോൾ ഇവിടെ ബൈ ആക്റ്റീവ് ആകും. കണ്ടോ ഒരു ബൈ എന്നുള്ള ട്രേഡ് ആക്റ്റീവായി. ഇനി ഒരു സെൽ എന്ന് എടുത്തു കഴിഞ്ഞാൽ സെല്ല് എന്നുള്ളതും ആക്റ്റീവായി. ഇവിടെ ബൈയും സെല്ലൊക്കെ ഒരുമിച്ച് നമുക്ക് എടുക്കാം. ഇപ്പം രണ്ടും സെയിം ആണ്. ഇപ്പം സെല്ല് പ്രോഫിറ്റിലാണെങ്കിൽ നമ്മൾ ഈ പ്രോഫിറ്റ് എന്ത് ചെയ്യുക, ജസ്റ്റ് ഇതാ ക്ലോസ് ബട്ടൺ നിൽക്കി കഴിഞ്ഞാൽ പ്രോഫിറ്റ്സിൽ നമുക്ക് കട്ട് ചെയ്യാൻ പറ്റും. അപ്പം ബൈ ഓപ്ഷൻ അവിടെ ലോസിൽ റൺ ചെയ്യാണ്. ഇത് ഇങ്ങനെ റൺ ചെയ്യുമ്പോൾ നിങ്ങൾ കാണേണ്ട ഒരു കാര്യം, ബാലൻസ് കണ്ടോ, ഇക്വിറ്റിയിൽ ചെറിയ വ്യത്യാസം കണ്ടോ, 500 ബാലൻസിനേക്കാളും ചെറിയ വ്യത്യാസം. ഇവിടെ പ്ലസ്സിൽ റൺ ചെയ്യുമ്പോൾ മുകളിൽ കണ്ടോ ഇപ്പോൾ ചുവപ്പിലായി. അത് ഇക്വിറ്റി എന്ന് പറഞ്ഞാൽ ബാലൻസ് മൈനസ് ഓർ പ്ലസ് ഈ അൺറിയലൈസ്ഡ് പ്രോഫിറ്റ്സ് എന്ന് ഇതിന് പറയാം. ബാലൻസ് മൈനസ് ഓർ പ്ലസ് അൺറിയലൈസ്ഡ് പ്രോഫിറ്റ്സ്. അതായത് ഇവിടെ റൺ ചെയ്യുന്ന ഈ പ്രോഫിറ്റ് എന്ത് ചെയ്യും, പ്ലസ് ആണെങ്കിൽ അത് ഇക്വിറ്റിയിലേക്ക് ആഡ് ആവും. കണ്ടോ, ബാലൻസിനേക്കാളും കുറച്ച് കൂടുതലല്ലേ ഇപ്പോൾ ഉള്ളത്. ഇനി ഇത് മൈനസ് ആകുമ്പോൾ ബാലൻസിനേക്കാളും കുറച്ച് കുറയും എന്ത്, ഇക്വിറ്റി. അതാണ്. ഇനി മാർജിൻ എന്ന് പറഞ്ഞാൽ എന്താ, മാർജിൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ ഈ 0.01 ലോഡ് സൈസ് അല്ലേ ഇപ്പോൾ എടുത്തത്, അത് എടുക്കാൻ ആവശ്യമായ ക്വാണ്ടിറ്റി പൈസ എത്രയാണോ ഉപയോഗിച്ചത് അതിനെയാണ് മാർജിൻ എന്ന് പറയാം. ഇപ്പം നിങ്ങൾ വെറും $9.57 മാത്രമാണ് 0.01 ലോഡ് സൈസ് എടുക്കാൻ ഉപയോഗിച്ചത്. ഇനി നമ്മളൊരു വലിയ ലോഡ് സൈസ് എടുത്ത് നോക്കാം, ഒരു 5 ലോട്ട് എടുക്കുക. 5 ലോട്ട് എടുക്കുമ്പോൾ കണ്ടോ മാർജിൻ മാറി. $4,794 നിങ്ങൾ യൂസ് ചെയ്തു ഓൾറെഡി. നിങ്ങളുടെ ഫണ്ട് എത്രയാണ്, 28,500. ഇപ്പം കണ്ടോ ഇക്വിറ്റി ഭയങ്കര കുറഞ്ഞു കണ്ടോ. കാരണം ഈ 310 നിങ്ങളുടെ ബാലൻസിൽ നിന്ന് കുറഞ്ഞിട്ടുണ്ടാവും. ആ 300, അതായത് 28,576 മൈനസ് ഇപ്പോൾ പ്ലസ് കൂടി കണ്ടോ. ഇങ്ങനെയാണ്, ഇതാണ് ഈ കാണിക്കുന്നത്. ഫ്രീ മാർജിൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളുടെ അടുത്ത് എത്ര ക്യാഷ് ഉണ്ട് എന്നുള്ളതാണ് ഫ്രീ മാർജിൻ. ഫ്രീ മാർജിൻ എപ്പോഴും മാറിക്കൊണ്ടിരിക്കും. കാരണം എന്താ, ഇക്വിറ്റിയിൽ എത്രയാണോ ഇക്വിറ്റി അതിൻ്റെ പ്ലസ് ഓർ മൈനസ് ഈ മുകളിൽ ഓടുന്ന ഈ സാധനമാണ് ഫ്രീ മാർജിൻ എന്ന് പറയുന്നത്. മാർജിൻ ലെവൽ എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ ടോട്ടൽ എമൗണ്ടിൻ്റെ എത്ര പെർസെൻറ്റേജ് ഇനി നിങ്ങൾക്ക് എടുക്കാൻ ബാക്കിയുണ്ട് എന്നുള്ളതാണ് കാണിക്കുന്നത്. അപ്പം മെയിനായിട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം ഇക്വിറ്റിയും മാർജിനുമാണ് നമ്മൾ ട്രേഡ് ചെയ്യുമ്പോൾ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് ശ്രദ്ധിക്കേണ്ടത്. ഇതാണ് ട്രേഡ് എന്ന ബട്ടണിൽ നിങ്ങൾക്ക് കാണാനുള്ളത്. ഇനി ഹിസ്റ്ററിയിലേക്ക് പോവാം. ഹിസ്റ്ററിയിൽ ഇങ്ങനെ ഒരുപാട് ഓപ്ഷൻസ് ഉണ്ടാവും. ഏതൊക്കെ സിമ്പിളാണ്, നമ്മളിപ്പോൾ ഗോൾഡ് മാത്രമേ എടുത്തിട്ടുള്ളൂ. അപ്പോൾ ഓൾ സിമ്പിൾസ് അവിടെ നിങ്ങൾക്ക് യൂസ് ചെയ്യാം. ഏതൊക്കെ ടൈം, ഇന്നത്തത്, ഒരു വീക്കിൻ്റെത്, കസ്റ്റം പീരീഡ്, കംപ്ലീറ്റ് ട്രേഡ് റിപ്പോർട്ട് വരെ നിങ്ങൾക്ക് MT5 എടുക്കാൻ പറ്റും. അപ്പം ഇന്നത്തെ ഹിസ്റ്ററി, ഇന്നിപ്പോൾ രാവിലെ നമ്മൾ എന്ത് ചെയ്തു, ഒരു ഒറ്റ ട്രേഡ് ഇട്ടിട്ട് 0.01 ഒരു സെല്ല് മാത്രം നമ്മൾ ക്ലോസ് ചെയ്തത്. ക്ലോസ് ചെയ്ത ഓർഡേഴ്സാണ് ഇവിടെ കാണുക. അത് പൊസിഷനിലാണ് കാണുക. ഓർഡേഴ്സിൽ ഇങ്ങനെയാണ് കാണുക. നിങ്ങൾ എടുത്തതും ഒഴിവാക്കിയതൊക്കെ ഇവിടെ കാണാൻ പറ്റും. ഒരു ഡീലാണ് നമ്മൾ ഇന്ന് ചെയ്തത്. ഒരു ബൈ എടുത്തിട്ട് ബൈ എന്ത് ചെയ്തു, ഒരു സെല്ല് എടുത്തിട്ട് അതിന് ബൈ ഔട്ട് ചെയ്തു, അതിന് ക്ലോസ് ചെയ്തു. അപ്പോൾ ഈ പൊസിഷനിൽ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതിൻ്റെ ഹിസ്റ്ററി കാര്യങ്ങൾ കാണാം. ഇനി നമ്മൾ ട്രേഡ്സിൽ നോക്കുക. അപ്പോൾ ട്രേഡ്സിൽ നമ്മുടെ ട്രേഡ് എന്താണ്, ലോസിൽ റൺ ചെയ്യാണ് അല്ലേ. നമുക്കിനി ചാർട്ടിൽ പോകാം. ഞാൻ നിങ്ങളോട് നേരത്തെ പറഞ്ഞു ചാർട്ടിൽ പോകാം. ചാർട്ടിൽ പോകുമ്പോൾ നമ്മൾ ട്രേഡ് എടുത്ത് ക്ലോസ് ചെയ്ത് കഴിഞ്ഞാൽ ഇങ്ങനെ ആരോ മാർക്സ് നിങ്ങൾക്ക് കാണാൻ പറ്റും. കണ്ടോ, ഒരുപാട് ആരോ മാർക്സുകൾ നിങ്ങൾക്ക് കാണാൻ പറ്റും. ഇനി നമ്മൾ ഈ ബോക്സിനെ കുറിച്ച് പഠിക്കാം. എന്താണ് ഈ ബോക്സ്, എന്താണ് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത് വെച്ചാൽ, ഇത് നമുക്ക് ട്രേഡ്സ് പോയിട്ട് ഡയറക്റ്റ് എടുക്കാതെ ഇവിടെ ലോഡ് സൈസുകൾ കൺട്രോൾ ചെയ്യാം. ഇവിടെ ഇപ്പം 0.50 എന്നുള്ള ലോഡ് സൈസിൽ നമുക്ക് ഇവിടെ ബൈ ചെയ്താൽ പുതിയൊരു ബൈ അവിടെ ആക്റ്റീവ് ആവും. 50 അല്ല കേട്ടോ, 50 വീഴില്ല, അത്ര ഫണ്ടില്ല. 0.50 കണ്ടോ, പുതിയ ട്രേഡ് ആക്റ്റീവായി. കണ്ടോ 0.50 എന്നുള്ളൊരു ട്രേഡ് പുതിയത് നമ്മൾ എടുത്തു, അത് ആക്റ്റീവായി. നിങ്ങൾക്ക് ഇനിയും ആഡ് ചെയ്യണമെങ്കിൽ ഇനിയും ആഡ് ചെയ്യുക. എത്ര ട്രേഡ്സ് ഇതാ അവിടുന്ന് കണ്ടോ, ഒരുപാട് ബൈസ് നമ്മളിപ്പോൾ ഇവിടെ ആഡ് ചെയ്തു. 0.50 ഒരുപാട് ബൈകൾ നമുക്ക് ഇവിടെ ആഡ് ചെയ്യാം. ഇനി ഇവിടെ നിന്നുള്ളൊരു ഓപ്ഷൻ, ചാർട്ടിലുള്ളൊരു ഓപ്ഷൻ എന്താ വെച്ചാൽ, നമുക്ക് ടൈം ഫ്രെയിംസ് മാറ്റാം. ഇപ്പം ഈ ആരോ മാർക്സ് നമുക്ക് ഒരുപാട് പ്രയാസം തരുന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഇതിലൊന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇത് ട്രേഡ് ഹിസ്റ്ററിയാണ് ഈ കാണിക്കുന്നത്. ട്രേഡ് ഹിസ്റ്ററിയാണ്. ഇനി സെറ്റിങ്സിൽ പോവുക. സെറ്റിങ്സിൽ പോയിട്ട് ചാർട്ട്സിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടെ ട്രേഡ് ഹിസ്റ്ററി ഓഫ് ആക്കാനുള്ള ഓപ്ഷൻ ഉണ്ട്. ഈ ട്രേഡ് ഹിസ്റ്ററി ഓഫ് ആക്കാനുള്ള ഓപ്ഷൻ ഉണ്ടായി കഴിഞ്ഞാൽ ഇനി നിങ്ങൾ ചാർട്ടിലേക്ക് വന്ന് നോക്കിയാൽ നിങ്ങൾക്ക് അത് കാണാൻ പറ്റില്ല. കണ്ടോ, ഇപ്പം നിങ്ങൾക്ക് ഈസി ആയിട്ട് ചാർട്ട് കാണാൻ പറ്റും. കണ്ടോ, അങ്ങനെ ട്രേഡ് ഹിസ്റ്ററി നിങ്ങൾക്ക് ഓഫാക്കി വയ്ക്കാൻ പറ്റും. ഇനി നമുക്ക് ഇവിടെ പോയിട്ട് എന്താണ് സ്റ്റോപ്പ് ലോസ്, എന്താണ് കാര്യങ്ങളൊക്കെ ചെയ്യേണ്ടതെന്ന് ഞാൻ ഡീറ്റെയിൽ ഓരോന്നായിട്ട് പറഞ്ഞുതരാം. ഇപ്പോൾ ഈ ഒരൊറ്റ ട്രേഡിന് പോലും സ്റ്റോപ്പ് ലോസും ഇല്ല, ടാർഗറ്റും ഇല്ല.
ഇപ്പോൾ നമ്മളുടെ ഈ ട്രേഡ്സുകളൊക്കെ ലോസ് ആയി കഴിഞ്ഞാൽ ഈ ട്രേഡ് അങ്ങനെ ലോസ് ആയി പോയിക്കൊണ്ടേയിരിക്കുകയാണ്. ഇപ്പോൾ ലോസ് ആണ് $1200 ലോസിലൂടെയാണ്. ഈ ട്രേഡൊക്കെ ഇങ്ങനെ ലോസ് ആയി പോയിക്കൊണ്ടിരുന്നാൽ നമ്മളുടെ അക്കൗണ്ട് വാഷ് ഔട്ടായി പോകും. അതിന് മാത്രം ലിവറേജും സാധനങ്ങളൊക്കെ യൂസ് ചെയ്ത് നമ്മൾ വലിയ വലിയ ട്രേഡ്സ് ഒക്കെ എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇനി നമ്മൾ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഇതിനൊക്കെ സ്റ്റോപ്പ് ലോസ് വെക്കണം. സ്റ്റോപ്പ് ലോസ് എന്ന് പറഞ്ഞാൽ ലോസ് നമ്മൾ എന്ത് ചെയ്യുക, എത്ര ലോസ് വരെ പോകാൻ പാടുള്ളൂ എൻ്റെ അക്കൗണ്ടിൽ നിന്ന് തീരുമാനിക്കുന്നതിനാണ് സ്റ്റോപ്പ് ലോസ് എന്ന് പറയാം. ഇപ്പം ചാർട്ടിൽ പോയിട്ട് ഇപ്പം ലാസ്റ്റ് എടുത്തൊരു ട്രേഡ് ഇതാണ്. ഇതിൻ്റെ മോഡിഫൈ ഓർഡേഴ്സിൽ നിങ്ങൾക്ക് സ്റ്റോപ്പ് ലോസ് എവിടെ സെറ്റ് ചെയ്യണമെന്നുണ്ടാവും. ഇപ്പോൾ 4782 ഇപ്പോഴത്തെ പ്രൈസ്. ഇത് എടുത്തത് ട്രേഡ് നോക്കൂ, 4783.30 ഈ ട്രേഡ് എടുത്തത്. ഇപ്പം മാർക്കറ്റ് ഉള്ളത് 82 അപ്പോൾ നമ്മൾ ഇതിനൊരു ട്രേഡിന് സ്റ്റോപ്പ് ലോസ് വെക്കുകയാണെങ്കിൽ ഇവിടെ 4770 ഇതിന് സ്റ്റോപ്പ് ലോസ് വെക്കേണ്ടത് എന്ന് വിചാരിക്കാം. ഇത് പ്രോഫിറ്റ് ആവുകയാണെങ്കിൽ എവിടെ വന്നാൽ നമ്മൾ ഇനി ഈ 4780 ഈ മുകളിൽ 85, 70, 86 വന്നാലേ നമുക്കിതിൻ്റെ പ്രോഫിറ്റ് എടുക്കുള്ളൂ എന്നുള്ളത് കൊണ്ട് നമ്മൾ മോഡിഫൈ ചെയ്തിട്ട് ഇതിനെ 4786 വന്നാൽ നമ്മൾ പ്രോഫിറ്റ് കട്ട് ചെയ്യും. ഇനി അത് ഓട്ടോമാറ്റിക്, ഇനി അത് നമുക്കൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല. അത് 86 വന്നാൽ എന്ത് ചെയ്യും, ഓട്ടോമാറ്റിക്കലി പ്രോഫിറ്റ് ക്ലോസ് ആവും. 70 എത്തിക്കഴിഞ്ഞാൽ എന്താവും, ഓട്ടോമാറ്റിക്കലി ലോസിൽ ക്ലോസ് ആവും. നമുക്ക് നോക്കാം അതവിടെ ട്രേഡ് റൺ ചെയ്തിട്ട് അതെന്താണ് സംഭവിക്കുന്നത്, എങ്ങനെയാണ് ഈ ട്രേഡ്സ് എടുക്കേണ്ടത് എന്നൊക്കെ നമുക്ക് നോക്കാൻ പറ്റും. നമ്മളിപ്പോൾ മാക്സിമം യൂസ് ചെയ്ത് കഴിഞ്ഞു. ഇനി നിങ്ങൾക്ക് ഈ ട്രേഡ്സ് എല്ലാം കൂടെ പ്ലസ്സിൽ വന്നു കഴിഞ്ഞാൽ ജസ്റ്റ് അത് പ്ലസ് ചെയ്ത് കഴിഞ്ഞാൽ ബൾക്ക് ഓപ്പറേഷൻ എന്നുണ്ട്. ക്ലോസ് ഓൾ പൊസിഷൻസ് എന്ന് അടിച്ചു കഴിഞ്ഞാൽ എല്ലാ ട്രേഡും ഒരുമിച്ച് എന്ത് ചെയ്യും, ക്ലോസ് ആവും. അതല്ല ഈ ഒരു ട്രേഡ് മാത്രം നിങ്ങൾക്ക്, ഇല്ലെങ്കിൽ ഇവിടെ ഒരു ട്രേഡ് ഇല്ല, ഈ ഒരു ട്രേഡ് മാത്രം എടുത്തിട്ട് ക്ലോസ് പൊസിഷൻ അടിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്കത് ഫുള്ളായിട്ട് കട്ട് ചെയ്യാം, അതല്ല അതിൻ്റെ പകുതി കട്ട് ചെയ്യാം. അപ്പോൾ ഒരു അതിനൊരു 4 ലോട്ട് നിങ്ങൾ കട്ട് ചെയ്യാൻ ഉദ്ദേശിക്കുകയാണെങ്കിൽ ഇങ്ങനെ 4 കട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഈ ഒരു ട്രേഡാണ് കേട്ടോ നമ്മൾ പാർഷ്യലി ക്ലോസ് ചെയ്തത്. ഹിസ്റ്ററി പോയി കഴിഞ്ഞാൽ കണ്ടോ 5 ലോട്ടിൽ നിന്ന് 4 ലോട്ട് നമ്മൾ കട്ട് ചെയ്ത് കഴിഞ്ഞു. ഇനിയിപ്പോൾ കണ്ടോ, ഇനിയിപ്പോൾ ഇത് കംപ്ലീറ്റ് നമുക്കിപ്പോൾ ഡോളറിൽ കംപ്ലീറ്റ് നമുക്ക് ക്ലോസ് ചെയ്യണം. ക്ലോസ് ഓൾ പൊസിഷൻസ് എടുത്താൽ കംപ്ലീറ്റ് ട്രേഡ്സും ഒറ്റയടിക്ക് ക്ലോസ് ആയി. TP വരാൻ നമ്മൾ വെയിറ്റ് ചെയ്തില്ല, ക്ലോസ് ചെയ്ത്. ഇന്നത്തെ ഹിസ്റ്ററി കണ്ടോ, $1055 നമുക്ക് ബുക്ക് ചെയ്യാൻ പറ്റി. ഇത് ഡെമോ അക്കൗണ്ടാണ്. ഇത്രയും വലിയ ലോഡ്സും കാര്യങ്ങളും സ്റ്റോപ്പ് ലോസ് ഇങ്ങനെയൊന്നും വെച്ചല്ല ട്രേഡ് എടുക്കുന്നത്. അതൊക്കെ ട്രേഡ്സ് എടുക്കുന്ന ടെക്നിക്കൽ അനാലിസിസും കാര്യങ്ങളൊക്കെ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് നമ്മുടെ പേജിലും കാര്യത്തിലൊക്കെ പറയുന്നുണ്ട്. ഇനി നിങ്ങൾക്ക് മെയിൻലി കാണേണ്ടത് ക്വാഡ്സിൽ പോവാം. എന്താണ് ആസ്ക് പ്രൈസ്, എന്താണ് ബിഡ് പ്രൈസ് എന്ന് 2 കാര്യങ്ങളും കൂടെ പറഞ്ഞുതരാം. ഒരു സാധനത്തിന് എപ്പോഴും ആസ്ക് പ്രൈസും ബിഡ് പ്രൈസും ഉണ്ടാവും. XAUSD എന്നുള്ളത് കണ്ടോ, XAUUSD ഇതിലുള്ളത് ഇതിൽ 4785, 86 സംതിങ് കണ്ടോ, 2 പ്രൈസ് കണ്ടോ. ഇതിൽ വലിയ പ്രൈസ് ഇല്ലേ, വലിയ പ്രൈസ് കൂടിയ പ്രൈസിനെയാണ് എപ്പോഴും ആസ്ക് പ്രൈസ് എന്ന് പറയാം, കുറഞ്ഞ പ്രൈസിന് ബിഡ് പ്രൈസ് എന്നാണ് പറയാം. ഇപ്പം കൂടിയ പ്രൈസ്, അതായത് നമ്മൾ ഒരാളടുത്തൊരു ഫോൺ, ഇപ്പോൾ ഞാൻ എൻ്റെ ഫോൺ വിൽക്കാൻ ഉദ്ദേശിക്കുകയാണെങ്കിൽ ഞാനൊരു പ്രൈസ് പറയും, എനിക്കൊരു 20,000 രൂപ വേണമെന്ന് പറയും. അപ്പോൾ അപ്പുറത്തുള്ള ആൾ പറയും ഞാനൊരു 18,000 രൂപ വരാം. അപ്പോൾ ഞാൻ ചോദിച്ച പ്രൈസ് എത്രയാണ്, 20,000. അവൻ ബിഡ് ചെയ്ത് അവൻ വാങ്ങാൻ ഉദ്ദേശിച്ച പ്രൈസ് എത്രയാണ്, 18,000. അപ്പം ആസ്ക് പ്രൈസ് എന്ന് പറഞ്ഞാൽ നമ്മൾ ചോദിക്കുന്ന പ്രൈസ്, ബിഡ് പ്രൈസ് എന്ന് പറഞ്ഞാൽ കച്ചവടം നടക്കുന്ന പ്രൈസ്. ഇതാണ് ഇതിൽ ഇപ്പം മാർക്കറ്റിൽ 2 പ്രൈസ് ഉണ്ടല്ലോ അല്ലേ, ഗോൾഡിന് ഇപ്പോൾ 2 പ്രൈസ് ഉണ്ട്. ഈ 2 പ്രൈസിൽ ബൈ ചെയ്യുമ്പോൾ ഒരാൾ ബൈ ചെയ്യുമ്പം നമ്മളിത് വീഴുക എപ്പോഴും ആസ്ക് പ്രൈസിലാണ്, വലിയ പ്രൈസിലാണ് ബൈ ഓർഡർ വീഴുക. സെൽ ഓർഡർ വീഴുക ചെറിയ പ്രൈസിലാണ്. ഒപ്പം എടുത്താൽ പോലും അതിൻ്റെ 2ൻ്റെ ഇടയിൽ ആസ്ക് പ്രൈസിൻ്റെ ബിഡ് പ്രൈസിൻ്റെ ഇടയിൽ ഒരു ഗ്യാപ്പ് ഉണ്ട്. ആ ഗ്യാപ്പ് കണ്ടോ, ഗോൾഡിൻ്റെ ഈ തൊട്ട് താഴെ ടൈം ഈ ഒരു ഇതിൽ കണ്ടോ 19, 20 എന്നിങ്ങനെ മാറി കളിക്കുന്നത്. ഇതാണ് സ്പ്രെഡ് എന്ന് പറയുന്നത്. നിങ്ങൾ ഒരു ട്രേഡ് എടുക്കുമ്പം ബ്രോക്കർക്ക് കിട്ടുന്ന കമ്മീഷനാണ് എന്ത്, ഈ ഒരു ട്രേഡ്. നിങ്ങൾക്ക് ഇപ്പോൾ ഈ 2 ട്രേഡും, ഇപ്പോൾ ഈ 2 ട്രേഡ് എടുത്താലും കണ്ടോ മുകളിൽ മാറ്റമൊന്നും വരില്ല. കാരണം എന്താ, ഒരു സെയിം ക്വാണ്ടിറ്റി നമ്മൾ ബൈയും ചെയ്തു സെല്ലും ചെയ്തു. അപ്പോൾ ഒരു ട്രേഡും എടുക്കാത്ത എഫക്റ്റാണ് ഉണ്ടാവുക. കാരണം മുകളിലേക്ക് ഒരു ട്രേഡ് പ്രോഫിറ്റിൽ പോകുമ്പോൾ മറ്റേ ട്രേഡ് ലോസിലേക്കും പോകും. അപ്പോൾ ഇതിൽ പ്രോഫിറ്റും ഉണ്ടാവില്ല, ലോസും ഉണ്ടാവില്ല. അപ്പോൾ ഇവിടെ നമ്മൾ കംപ്ലീറ്റ് ക്ലിക്ക് ചെയ്ത് ബൾക്ക് ഓപ്പറേഷൻ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ക്ലോസ് ഓൾ പൊസിഷൻസ്, അല്ലെങ്കിൽ നിങ്ങൾക്ക് ലോസ് ആയി കിടക്കുന്ന മാത്രം പൊസിഷൻസും അല്ലെങ്കിൽ ബൈ പൊസിഷൻസും മാത്രം ഇങ്ങനെയൊക്കെ കട്ട് ചെയ്യാനുള്ള ഓപ്ഷൻസ് ഉണ്ട്. നമ്മൾ 2ഉം കൂടെ കട്ട് ചെയ്ത് വെച്ചു. അപ്പം ഇത്രയും കാര്യങ്ങളാണ് മെയിനായിട്ട് നമ്മളിപ്പോൾ ഇന്ന് പഠിക്കാനുള്ളത്. ഇനി നമുക്ക് നോക്കാനുള്ളത് ഇതാ ഈ റൗണ്ടില്ലേ, ചാർട്ടിൽ പോയിട്ട് ഈ റൗണ്ടിൻ്റെ ഓപ്ഷൻസുകളാണ്. ഇതിലിപ്പോൾ ഒരു ട്രേഡ് എടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആ ട്രേഡിൽ സ്റ്റോപ്പ് ലോസ് ആഡ് ചെയ്യാൻ ഒരുപാട് ഓപ്ഷൻസും ഉണ്ട്. അപ്പോൾ നമ്മൾ പഠിച്ചത് മാർക്കറ്റ് എക്സിക്യൂഷൻ ആണ്. അപ്പോൾ ഡയറക്റ്റ് നമ്മൾ പഠിച്ചു കഴിഞ്ഞത് മാർക്കറ്റ് എക്സിക്യൂഷൻ ട്രേഡ്സ് ആണ്. ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത് ലിമിറ്റ് ഓർഡേഴ്സ് ആണ്.
അതായത് ഇപ്പോൾ കറന്റ് മാർക്കറ്റിൽ റൺ ചെയ്യുന്നത് എത്ര 4786. ഈ ഒരു പൊസിഷനിലേക്ക് മാർക്കറ്റ് ഇപ്പോൾ 4782 മാർക്കറ്റ് വരികയാണെങ്കിൽ നമ്മൾക്കവിടെ ഒരു ബൈ ഓർഡർ പ്ലേസ് ചെയ്യണമെങ്കിൽ, ഇപ്പോൾ കറന്റ് മാർക്കറ്റിൻ്റെ താഴെ ഒരു ബൈ ഓർഡർ പ്ലേസ് ചെയ്ത് വെക്കണമെങ്കിൽ അവിടെ നമ്മൾ ഈ ലിമിറ്റ് ഓർഡർ യൂസ് ചെയ്യും. ഈ ജസ്റ്റ് ഈ ആരോ മാർക്കില്ലേ, ഇത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ പ്ലേസ് ബൈ ലിമിറ്റ് എന്ന് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അവിടെ ബൈ ഓർഡർ ആക്റ്റീവ് ആവും. ഇനിയിപ്പോൾ നിങ്ങൾക്ക് വേറെ ഒന്നും കൂടെ ചെയ്യണം, ഇവിടെ ഒരു ബൈ ലിമിറ്റ് ഓർഡർ ഇടണം എന്ന് വെച്ചാൽ ഇങ്ങനെ ഇടാം. ഇനി ഈ ബൈ ലിമിറ്റ് ഒന്ന് മുകളിലേക്ക് നീക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടെ ലോഡ് സൈസ് മാറ്റണമെങ്കിൽ ലോഡ് സൈസ് മാറ്റാം. അതുപോലെ ഈ പ്രൈസിൽ ചെറിയ മാറ്റം വരുത്തണമെങ്കിൽ പ്രൈസിൽ മാറ്റം വരുത്താം. ഇനി ഇതിൻ്റെ SL, ഈ ജസ്റ്റ് ഈ ലൈനിൽ ക്ലിക്ക് ചെയ്തതിന് ശേഷം ഇവിടെ കണ്ടോ SL എന്ന് ക്ലിക്ക് ചെയ്താൽ അവിടെ SL വരും. അത് ഈ സ്റ്റോപ്പ് ലോസ് എവിടേക്കാണോ മൂവ് ചെയ്യേണ്ടത് അങ്ങനെ മൂവ് ചെയ്യാം. ഇതിൻ്റെ ടാർഗറ്റ് ഈ ജസ്റ്റ് ഈ TP എന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എവിടെയാണോ TP വെക്കേണ്ടത് ഇങ്ങനെ മൂവ് ചെയ്യാം. എന്നിട്ട് ഈ ആരോ മാർക്ക് ക്ലിക്ക് ചെയ്ത് പ്ലേസ് ബൈ ലിമിറ്റ് ഓർഡർ പ്ലേസ് ചെയ്യാം. ലിമിറ്റ് ഓർഡറിൻ്റെ SL എപ്പോഴും ബൈ ഓർഡറിൻ്റെ SL എപ്പോഴും ബൈ ഓർഡറിൻ്റെ താഴെയായിരിക്കും. ഇനി നമുക്ക് അടുത്ത ബൈ ലിമിറ്റ് നമ്മൾ കഴിഞ്ഞു. ഇനി നമ്മൾ സെൽ ലിമിറ്റ് നോക്കാം. സെൽ ലിമിറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ സെൽ ലിമിറ്റ് മാർക്കറ്റിൻ്റെ മുകളിലാണ് എപ്പോഴും പ്ലേസ് ചെയ്യാൻ കഴിയുക. ഇപ്പോൾ ഒരു 4800 മാർക്കറ്റ് വന്നാൽ നമ്മൾ സെല്ല് ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ടെന്ന് വിചാരിക്കുക. അങ്ങനെയാണെങ്കിൽ അതിൻ്റെ SL എവിടെ വരിക? സെല്ലിൻ്റെ സ്റ്റോപ്പ് ലോസ് എപ്പോഴും സെൽ ഓർഡറിൻ്റെ മുകളിലാണ് നമ്മൾ ചെയ്യുക. സെല്ലിൻ്റെ TP എപ്പോഴും താഴെയാണ് നമുക്ക് ചെയ്യാൻ പറ്റുക. എന്നിട്ട് നമുക്ക് ഈ ആരോ മാർക്ക് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ പ്ലേസ് ഓർഡർ ആയിപ്പോവും. ഇനിയുള്ള നമ്മളുടെ 2 ഓർഡേഴ്സ് എന്ന് പറഞ്ഞാൽ ബൈ സ്റ്റോപ്പാണ്. ബൈ സ്റ്റോപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കറന്റ് മാർക്കറ്റിൻ്റെ മുകളിൽ, ഇപ്പോൾ ലൈവ് മാർക്കറ്റിൻ്റെ മുകളിൽ നിങ്ങൾക്കൊരു ബൈ ഓർഡർ പ്ലേസ് ചെയ്യണമെങ്കിലാണ് ബൈ സ്റ്റോപ്പ് യൂസ് ചെയ്യുക. ഈ ഏരിയാസ് റിപ്പീറ്റ് ചെയ്ത് നിങ്ങൾക്ക് കാണണമെങ്കിൽ കാണാം. അപ്പോൾ നിങ്ങൾക്ക് ഡീറ്റെയിൽ ആയിട്ട് വീണ്ടും വീണ്ടും മനസ്സിലാവും. ബൈ ഓർഡർ എന്ന് പറഞ്ഞാൽ കറന്റ് മാർക്കറ്റിൻ്റെ മുകളിൽ, ലൈവ് മാർക്കറ്റ് ഇപ്പോൾ എത്രയാണ് 4786 റൺ ആവുന്നത്. അപ്പം ലൈവ് മാർക്കറ്റിൻ്റെ മുകളിൽ നിങ്ങൾക്കൊരു ബൈ ഓർഡർ പ്ലേസ് ചെയ്ത് വെക്കണം. അങ്ങനെയാണെങ്കിൽ ബൈ സ്റ്റോപ്പാണ് യൂസ് ചെയ്യുക. SL എന്ന് പറഞ്ഞാൽ ബൈ ആയതുകൊണ്ട് തന്നെ അതിൻ്റെ അടിയിലായിരിക്കും SL വെക്കുക. ബൈ ആയതുകൊണ്ട് അതിൻ്റെ അടിയിലായിരിക്കും നമ്മൾ SL വെക്കുക. എപ്പോഴും TP അതിൻ്റെ മുകളിലായിരിക്കും എപ്പോഴും നമ്മൾ പ്ലേസ് ചെയ്യുക. ഇങ്ങനെയാണ് ബൈ സ്റ്റോപ്പ് എന്നുള്ളത് പ്ലേസ് ചെയ്യുക. അപ്പോൾ ഇനി ഒരു ഓർഡർ കൂടെ ബാക്കിയുണ്ട്. അതേതാണ്? അത് സെൽ സ്റ്റോപ്പാണ്. ബൈ സ്റ്റോപ്പ് കഴിഞ്ഞു, നെക്സ്റ്റ് സെൽ സ്റ്റോപ്പാണ്. സെൽ സ്റ്റോപ്പ് എന്ന് പറഞ്ഞാൽ കറന്റ് മാർക്കറ്റ് ഇപ്പോൾ എത്രയാണ്? 4786 കറന്റ് മാർക്കറ്റ്. കറന്റ് മാർക്കറ്റിൻ്റെ താഴെ ഒരു സെൽ ഓർഡർ പ്ലേസ് ചെയ്ത് വെക്കണം. ഇങ്ങനെയാണെങ്കിൽ ഇതിനാണ് നമ്മൾ സെൽ സ്റ്റോപ്പ് യൂസ് ചെയ്യുക. അതിൻ്റെ സെല്ലിൻ്റെ SL എപ്പോഴും സെൽ ഓർഡറിൻ്റെ മുകളിലായിരിക്കും. സെല്ലിൻ്റെ TP എപ്പോഴും സെൽ ഓർഡറിൻ്റെ താഴെയായിരിക്കും. എന്നിട്ട് ഇവിടെ പ്ലേസ് ചെയ്ത് വെക്കാം. ഇപ്പോൾ നിങ്ങൾ ഓർഡറുകൾ പ്ലേസ് ചെയ്തു അല്ലേ? ഇത്രയും ഓർഡറുകൾ നിങ്ങൾക്ക് കാണണമെങ്കിൽ ഈ ട്രേഡ്സിൻ്റെ ഈ ഭാഗത്ത് പോയി കഴിഞ്ഞാൽ നിങ്ങൾ ഓർഡറുകൾ പ്ലേസ് ചെയ്തിട്ടുണ്ടാവും. ബൈ ലിമിറ്റ് 2 ഉണ്ട്, സെൽ ലിമിറ്റ് 1 ഉണ്ട്, ബൈ സ്റ്റോപ്പ് ഉണ്ട്, സെൽ സ്റ്റോപ്പ് ഉണ്ട്. കാരണം ഇതൊക്കെ ഇത് നിങ്ങൾ ചാർട്ടിൽ നിങ്ങൾക്ക് എല്ലാം കാണാൻ പറ്റും. A to Z കാര്യങ്ങൾ. ഈ ലിമിറ്റ് ഓർഡേഴ്സും സ്റ്റോപ്പ് ഓർഡേഴ്സും എന്തിനാണ് യൂസ് ചെയ്യുന്നത്? കറന്റ് മാർക്കറ്റ് അവിടെ എത്തിയിട്ടില്ല, ഒരു പ്രൈസിൽ മാർക്കറ്റ് എത്തിയിട്ടില്ല. ഇനി ഭാവിയിൽ ഫ്യൂച്ചറിൽ വരാനുള്ള ഒരു ഏരിയയിൽ ഈ മാർക്കറ്റ് ഓർഡേഴ്സ് വരുമ്പോൾ, ലൈവ് മാർക്കറ്റ് വരുമ്പോൾ അവിടെ ഈ ട്രേഡ് എക്സിക്യൂട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ലിമിറ്റ് ഓർഡേഴ്സ് യൂസ് ചെയ്യുന്നത്. ഇതിൻ്റെ ഗുണം എന്താണെന്ന് വെച്ചാൽ, ഇത് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് മാർക്കറ്റ് അവിടെ വരുന്നത് വരെ മാർക്കറ്റിൽ നോക്കി കാത്തിരിക്കേണ്ട, ലിമിറ്റ് ഓർഡേഴ്സ് ഇട്ട് വെച്ചിട്ട് പോകാൻ പറ്റും. ഇനി ഈ ലിമിറ്റ് ഓർഡേഴ്സ് ഒന്നും നമുക്ക് വേണ്ടെങ്കിൽ ജസ്റ്റ് ലോങ് പ്രസ് ചെയ്യുക, ബൾക്ക് ഓപ്പറേഷൻ, ഡിലീറ്റ് ഓൾ ഓർഡേഴ്സ്. ഇങ്ങനെയുള്ള ഓർഡേഴ്സ് വരെ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? ലിമിറ്റ് ചെയ്യാൻ പറ്റും. ഇത്രയും കാര്യങ്ങളാണ് ഇന്ന് നമുക്ക് MT5ൻ്റെ കൂടെ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാനുള്ളത്. ഈ ബൈ സ്റ്റോപ്പ് ലിമിറ്റ് ഉണ്ട്, സെൽ സ്റ്റോപ്പ് ലിമിറ്റ് ഉണ്ട്. ഇത് നമ്മളിപ്പോൾ മെയിൻലി യൂസ് ചെയ്യുന്നില്ല, അതുകൊണ്ട് നമുക്കിപ്പോൾ അതിൻ്റെ ആവശ്യമില്ല. ഇനി നിങ്ങൾക്ക് MT5ൽ നോക്കേണ്ട കാര്യം, ഹിസ്റ്ററിയിൽ പോയി കഴിഞ്ഞാൽ നമുക്ക് വേണമെങ്കിൽ ഇവിടെ ക്ലിക്ക് ചെയ്തിട്ട് ഹിസ്റ്ററി ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞില്ലേ, ഡീറ്റെയിൽ കസ്റ്റം, ലാസ്റ്റ് 3 months, ടുഡേസ് ഹിസ്റ്ററി, ലാസ്റ്റ് വീക്ക് ഹിസ്റ്ററി, ഇങ്ങനെയൊക്കെ കിട്ടും. നിങ്ങൾക്ക് എന്താണ് കാര്യങ്ങളൊക്കെ കിട്ടും. ഈ കമ്മീഷൻ എന്ന് പറഞ്ഞാൽ ഇതിൽ കണ്ടോ, ഡെപ്പോസിറ്റ് എത്രയാണ്, പ്രോഫിറ്റ് എത്രയാണ്, സ്വാപ്പ് എത്രയാണ്, കമ്മീഷൻ എത്രയാണ്, ബാലൻസ് എത്രയാണെന്നൊക്കെ കാണിക്കും. ഇതിൽ സ്വാപ്പ് എന്ന് പറഞ്ഞാൽ ഇൻട്രസ്റ്റ്, പലിശയാണ് സ്വാപ്പ്. ഇപ്പം ഇത് നമ്മൾ യൂസ് ചെയ്യുന്നത് ഇസ്ലാമിക് അക്കൗണ്ട് ആയതുകൊണ്ട് ഇതിൽ പലിശയില്ല, സ്വാപ്പ് ഉണ്ടാവില്ല. പിന്നെ ഒരു ദിവസം കംപ്ലീറ്റ് ഗോൾഡിൻ്റെ ബൈ ഒക്കെ ഹോൾഡ് ചെയ്താൽ മാത്രമാണ് സ്വാപ്പ് ഉണ്ടാവുള്ളൂ. ഇപ്പം എൻ്റെ ലിങ്ക് ഉപയോഗിച്ച് ചെയ്യുകയാണെങ്കിൽ അതിൽ എന്തില്ല, സ്വാപ്പ് ഉണ്ടാവില്ല. കമ്മീഷൻ എന്ന് പറഞ്ഞാൽ ചില ബ്രോക്കേഴ്സ് ഈ സ്പ്രെഡിൻ്റെ പുറമെ, ഇവിടെ കണ്ടില്ലേ സ്പ്രെഡ് 19-20 കാണുന്നത്, ഇതിൻ്റെ പുറമെ ഇതിനോട് കൂടെ സ്പ്രെഡ് ഉണ്ടാവും ഓൾറെഡി. അതിൻ്റെ കൂടെ ചിലപ്പം ഓരോ ലോഡ് സൈസിനും ഒരു നിശ്ചിതമായ കമ്മീഷൻസ് എന്ത് ചെയ്യും, ആഡ് ചെയ്യും. അതിനെയാണ് നമ്മൾ എന്ത് പറയുക,
കമ്മീഷൻ ഇവിടെ കാണിക്കുന്ന ഈ കമ്മീഷൻ എന്ന് പറയും. ഇനി നെക്സ്റ്റ് നമ്മൾ സെറ്റിങ്സ്, ഇതാണ് നമ്മുടെ ലാസ്റ്റ് ബട്ടൺ. ഇനി ഈ ഒരു അക്കൗണ്ട് ഉണ്ടായിരിക്കെ തന്നെ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഈ MT5ൽ പുതിയ അക്കൗണ്ട് വേണമെങ്കിൽ ക്രിയേറ്റ് ചെയ്യാം. സ്റ്റാർട്ട് ട്രേഡറിൽ ഇനി ഒരു ലൈവ് അക്കൗണ്ട് ഉണ്ടെങ്കിൽ അത് ക്രിയേറ്റ് ചെയ്യാം. അപ്പോൾ ഇവിടെ 2 അക്കൗണ്ടുകൾ നിങ്ങൾക്ക് കാണിച്ചു. അത് മാറി മാറി യൂസ് ചെയ്യാം. എത്ര അക്കൗണ്ട് വേണമെങ്കിലും ഈ MT5ൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, യൂസ് ചെയ്യാം. ഇനി നമ്മൾ പോകേണ്ടത് ഷിഫ്റ്റും ചാർട്ട്സിലേക്കാണ്. ചാർട്ടിൽ പോയി കഴിഞ്ഞാൽ ഇവിടെ ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട്. നമുക്കിതൊക്കെ മാർക്ക് ചെയ്യാം. ഇത്രയും കാര്യങ്ങൾ നമുക്ക് ആവശ്യമില്ല. ഇതൊന്നും നമ്മൾ മാർക്ക് ചെയ്ത് ചാർട്ട് ഒരുപാട് എന്താ പറയുക, മോശമാക്കി വെക്കാതെ ഇത്രയും കാര്യങ്ങൾ മാത്രം യൂസ് ചെയ്തിട്ട് ട്രേഡ് ചെയ്യുക. ഇനി MT5ൽ എന്തെങ്കിലും കാര്യങ്ങൾ നിങ്ങൾക്ക് അറിയേണ്ടതുണ്ടെങ്കിൽ, ഞാൻ എന്തെങ്കിലും വിട്ടുപോയതുണ്ട് എന്നുണ്ടെങ്കിൽ ജസ്റ്റ് ശ്രദ്ധിക്കുക. ട്രേഡിംഗ് എന്ന് പറയുന്നത് റിസ്കി മേഖലയാണ്. നല്ലോണം പഠിച്ചിട്ട് മാത്രം ട്രേഡ് ചെയ്യുക. ഞാനിപ്പോൾ പറഞ്ഞത് കംപ്ലീറ്റ് എഡ്യൂക്കേഷൻ പർപ്പസിനുള്ള കാര്യങ്ങളാണ്. അപ്പോൾ ബി അവെയർ, എല്ലാവരും